നമസ്കാരം, ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം. തിരുവാതിര ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് പൊതുവേ തിരുവാതിര സ്ത്രീകളുടെ ഒരു ആഘോഷമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. സ്ത്രീകളാണ് കൂടുതലത് ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ കാലഘട്ടത്തിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും തിരുവാതിര വ്രതം, തിരുവാതിരയുടെ ആചരണങ്ങൾ, തിരുവാതിര അനുഷ്ഠാനങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് കാണാനുണ്ട്. എങ്ങനെ ആചരിക്കണം, ഒരുപാട് പ്രഭാഷണങ്ങളും വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആണുങ്ങൾക്ക് എന്താ തിരുവാതിരയിൽ കാര്യം എന്നൊരു ചോദ്യം പലരും വിചാരിക്കുന്നുണ്ടാവും. ഇയാളിപ്പോൾ എന്താ ഈ തിരുവാതിരയെ പറ്റി പറയാൻ? പഴയ കാലത്ത്, ഇന്നിപ്പോൾ നമ്മൾ ആ വ്രതത്തിൻ്റെ ഭാഗം മാത്രമേ തിരുവാതിരയിൽ പറയുള്ളൂ. വ്രതം, അതിൻ്റെ ആചരണം, അതിൻ്റെ അനുഷ്ഠാനം മാത്രമേ എല്ലാവരും പരാമർശിക്കുന്നുള്ളൂ. പഴയ കാലത്ത് വെച്ചാൽ തിരുവാതിര ഓണം പോലെ തന്നെ ഒരു ആഘോഷമായിരുന്നു, തിരുവാതിര ആഘോഷം. ഇന്ന് നമ്മളതിൽ ആഘോഷം പോയിട്ട് ആ വ്രതാചരണം മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, ഞാൻ വലിയ പ്രായമായിട്ടുള്ള ആളല്ല പറയണത് കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു പഴയ തറവാട്ടിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ തിരുവാതിര എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരെ തണുപ്പാണ്, നല്ല തണുപ്പ് കാലഘട്ടം. രണ്ടാമത് ഈ രാവിലെ കുളിക്കാൻ പോകുമ്പോൾ സാധാരണ ഇപ്പോൾ ഈ അമ്മയും ഇവരൊക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെയും പിടിച്ചുകൊണ്ട് പോകും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് മൺപണി എന്ന് പറഞ്ഞിട്ട്, തിരുവാതിരയായി അറിയണത് ഈ ഒറ്റപ്പാല ഏരിയയിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പണിയാണ് മൺപണി. നമ്മളെ ഓരോ വീടുകളിലും ഇപ്പോൾ ഇന്ന് അതിനൊരു പ്രസക്തിയില്ല. ഓരോ വീടുകളിലും ആ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ രണ്ട് സൈഡിൽ മണ്ണ് ചവിട്ടി കുഴച്ച് അതുകൊണ്ടൊരു തിണ്ടുണ്ടാക്കുക, 2 തിണ്ടുണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മളിന്നും മതിലിൻ്റെ ഈ കൈമതിലിൻ്റെ സ്ഥാനത്തൊക്കെ മണ്ണ് കൊണ്ടുള്ള തിണ്ടുകൾ ഉണ്ടാക്കുക, വീടിൻ്റെ മുറ്റത്തിന് ചുറ്റും തിണ്ടുകൾ ഉണ്ടാക്കുക. പിന്നെ അതിന് നന്നായിട്ട് അത് ചാണകം മെഴുകുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മൺപണി എന്ന് പറഞ്ഞല്ലോ, മൺപണി എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇല്ല, പക്ഷേ ഈ ഒറ്റപ്പാല ഏരിയയിലൊക്കെ ധാരാളമായിട്ട് നടക്കുന്നതാണെന്ന് പറഞ്ഞു. മൺപണി എന്ന് പറഞ്ഞാൽ പഴയൊക്കെ ഇപ്പോൾ ഈ ഒരു വഴിയാണ്, നമ്മുടെ ഈ വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ വീടിൻ്റെ ഈ വഴിയിൽ ഇതിപ്പോൾ മണ്ണ് കൊണ്ടുള്ളൊരു തിട്ടാണല്ലോ, ഒരു ഇത്ര ഉയരത്തിൽ മണ്ണ് നന്നായി ചവിട്ടി കുഴച്ച്, മണ്ണ് കിളച്ചെടുത്ത് അത് വെള്ളം കൂട്ടി ചവിട്ടി കുഴച്ച് ഇങ്ങനെ ഒരു ഇത്ര കനത്തിൽ ഇങ്ങനെ തിണ്ട് പിടിച്ച് പോകും. എന്നിട്ട് കൊട്ടോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം കൊണ്ടുള്ളൊരു സാധനമുണ്ട്, അതുകൊണ്ട് അതിങ്ങനെ തേച്ച് മിനുസാക്കും. അങ്ങനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ പിടിച്ച് പോവും. അതുപോലെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ പിടിച്ച് പോവും. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ, അത് കുറച്ച് പണിയുണ്ട്, അതിന് വിദഗ്ധരായ പണിക്കാരൊക്കെ ഉണ്ട്. അവരിത് അവിടെ ഇങ്ങനെ, അത് ഏകദേശം തിരുവാതിരയ്ക്ക് കുറച്ച് ദിവസം, ഒരാഴ്ച മുമ്പൊക്കെ തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് ഈ മൺപണി, ഇതൊക്കെ അതിൻ്റെ ഒരു അവശിഷ്ടമാണെന്ന് പറയാൻ നമ്മൾ പഴയ കാലത്തെ തിണ്ടിൻ്റെ. അതായത് ഇത് അങ്ങോട്ട് പൊതിയും, ശരിക്കും മണ്ണ് കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ചാണകം മെഴുകും. ഇതപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഈ തിണ്ട് ഇതുവരെ പോവും. അത് കഴിഞ്ഞ് നമ്മൾ ആ വീടിൻ്റെ 4 പുറം അങ്ങനെ പോയി അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തിണ്ട് പിടിച്ച് പോവും. ഇനി ചിലപ്പോൾ പഴയ കാലത്ത് വീടുകൾക്ക് ഗേറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, ഈ കടമ്പായ എന്നൊക്കെയാണ് ഇവിടെ പറയുക. ഒരു രണ്ട് പൈപ്പ് പോലെ 2 ഇത് കുറ്റിയിട്ട് അതിലിങ്ങനെ കഴുകി കെട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ആ 2 സൈഡിലൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലേക്ക് കയറുന്ന ചില വീടുകൾ കുറച്ച് ഉയരത്തിലാവും, സ്റ്റെപ്പ് കയറി പോകേണ്ടി വരും. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ നന്നായിട്ട് മണ്ണ് പൊതിയും, സ്റ്റെപ്പിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മണ്ണ് പൊതിയും, ഇതിൽ നന്നായിട്ട് ചാണകം തേക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ മൺപണി ഇന്നും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ആ മൺപണി എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് നോക്കാം. മണ്ണ് കുഴച്ചിട്ട് അത് നന്നായിട്ട് കാലുകൊണ്ടൊക്കെ ചവിട്ടി കുഴച്ച്, പരമാവധി കല്ലില്ലാത്ത മണ്ണാണ് എടുക്കുക. അത് അതുപോലെ ഇങ്ങനെ സൈഡിലൂടെ പിടിപ്പിക്കും. എന്നിട്ട് അതിൽ ഒരു തേച്ച് നന്നായിട്ട് അതിന് ഷേപ്പ് വരുത്തും. കൊട്ടോടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മണ്ണ് കൊണ്ടുള്ള മരം കൊണ്ടുള്ള ഒന്നുണ്ട്, അതുകൊണ്ട് തേച്ച് അതിന് നല്ല ഷേപ്പ്. ഇതിന് ഈ നാട്ടിൽ തിണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് അതിന് ശേഷം ഇതിപ്പോൾ ഈ ഒരു ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മനുശ്ശേരിയിലുള്ള പോഴത്ത് വീടാണ്. പോഴത്ത് വീട്, ഈ പോഴത്ത് വീടിൻ്റെ ആ മുറ്റത്തേക്കുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ മുറ്റത്തിൻ്റെ വഴിയിലെ 2 സൈഡിലും തിണ്ണ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ വഴി മുഴുവനായിട്ടും ഈ തിണ്ണ പിടിച്ചതിന് ശേഷം അതായത് ആ വീടിൻ്റെ 4 പുറവും ഒക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട്, കുറച്ച് സമയം പിടിച്ചെടുക്കേണ്ട ഒരു പണിയാണ്, സമയമെടുത്തിട്ട് ഭംഗിയായിട്ട് ഇന്നത്തെ ഈ കൈമതിലിൻ്റെ റോളാണ് ഈ തിണ്ണയ്ക്കുള്ളത്. നന്നായി പിടിപ്പിക്കും. എന്നിട്ട് നന്നായിട്ട് ചാണകം തേക്കും. നന്നായിട്ട് ചാണകം തേച്ച് വൃത്തിയാക്കി വെക്കും. അതായത് ഈ തിരുവാതിരയുടെ ഒരു പ്രധാന ലക്ഷണമാണ് തിരുവാതിരയായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വീട്ടിലുള്ള ഇപ്പോൾ പൂർവികമായിട്ടുള്ള ആരാധനകളൊക്കെ ഉണ്ടാവും. ഈ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കരിങ്കുട്ടി, പറക്കുട്ടി, അപ്പോൾ അവരുടെ തറയും ഒക്കെ ഇതുപോലെ നന്നായിട്ട് തിണ്ട് പിടിച്ച് ചാണകം മെഴുകി വെക്കും. അപ്പോൾ വീടിൻ്റെ 4 പുറവും, അതായത് വീടിൻ്റെ 4 പുറവും പൂർണ്ണമായിട്ട് നമ്മളിന്ന് ടൈൽസ് ഇടുന്നതിന് പകരം പൂർണ്ണമായും ചാണകം മെഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ തിണ്ടുകൾ പിടിച്ചിട്ട് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ പഴയ കാലത്ത് ഇത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇതൊരു പിന്നെ മാത്രമല്ല വീട്ടിലെല്ലാവരും കൂടി ചെയ്തിരുന്ന ഒരു പണിയും കൂടിയായിരുന്നു അത്. എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പണി ചെയ്തിരുന്നത്.
അപ്പോൾ അതാണ് നമ്മൾ മൺപണി എന്ന് പറയുന്നത്. ചുരുക്കിയിട്ട് നാടൻ ഭാഷയിൽ അതിന് മമ്പണി എന്നാണ് പറയുക. ഇതാണ് നമ്മളിപ്പോൾ ഈ മൺപണി കണ്ട ആ മനുശ്ശേരിയിലെ പോഴത്ത് വീട്. ഈ തിരുവാതിരയിൽ ഈ മൺപണിയാണ് ആദ്യം ഓർമ്മ വരിക. അപ്പോൾ നമ്മൾ ആ കാലത്തൊക്കെ ഓരോ വീടുകളുടെ മുന്നിലെത്തിയ തിരുവാതിരയെന്ന് അറിയാനുള്ളൊരു വഴി മൺപണി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇന്ന് പിന്നെ എന്താ വെച്ചാൽ അതിനകത്തൊരു പ്രസക്തി ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒരുവിധം വീടുകളുടെയൊക്കെ മുന്നിൽ ടൈൽസാണ് പതിച്ചിരിക്കുന്നത്. പിന്നെ വീടുകളോടനുബന്ധിച്ച് സൈഡ് അരമതിൽ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ആ മൺപണിക്ക് അത്ര ഒരു പ്രാധാന്യം ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ധാരാളം വീടുകളിൽ നിന്നും മൺപണി എടുക്കുന്നുണ്ട്. ഒരുപാട് വീടുകളിൽ നിന്നും മൺപണിയുണ്ട്. പിന്നെ തിരുവാതിരയോട് ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ഊഞ്ഞാലാടുക. ഇപ്പോൾ പൊതുവേ ഈ ഭാഗങ്ങളിലൊക്കെ ഒറ്റപ്പാലം ഏരിയയിലൊക്കെ തിരുവാതിരയ്ക്കാണ് ഊഞ്ഞാലിടുക. ഇപ്പോൾ പൊതുവേ ഈ മരത്തിൻ്റെ മുകളിൽ കയറുകൊണ്ട് ഊഞ്ഞാൽ കെട്ടും, മുളകൊണ്ട് ഊഞ്ഞാൽ കെട്ടും. മുളയൂഞ്ഞാലുണ്ട്, കയറൂഞ്ഞാലുണ്ട്. അപ്പോൾ ഈ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആ ഊഞ്ഞാലിൽ കയറിയിട്ട് അതിസ്പീഡിൽ അത് മത്സരമാണ്. ആരാണ് അപ്പോൾ ഒരു 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 ദൂരം വയ്ക്കും. ആ മരത്തിൻ്റെ കൊമ്പിൽ ആടി മുട്ടിക്കണം എന്നൊക്കെയാണ് പറയുക. ചുക്കം കുത്തുക എന്നൊക്കെയാണ് പറയുക. അതിൽ നിന്നിട്ട് ഊഞ്ഞാലിൽ നിന്നിട്ട് ഇങ്ങനെ കുതിച്ചിങ്ങനെ ഊഞ്ഞാലാടുക. ആ കാലഘട്ടത്തിൽ അത് വലിയ രസമുള്ളൊരു കാര്യമായിരുന്നു. ചില ആൾക്കാർക്കൊക്കെ വീണ് അപകടം പറ്റിയിട്ട് നടുവൊടിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഓണത്തിന് ഈ തിരുവാതിരയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ചെറുപഴം ധാരാളം തിന്നാൻ കിട്ടുന്ന കാലമാണ് തിരുവാതിര. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും രസകരം തിരുവാതിരയ്ക്ക് എന്താ വെച്ചാൽ ചോഴി കെട്ടുക എന്നുള്ളതാണ്. ഈ ശ്രീപാർവതിക്ക് രാത്രി ഉറക്കമൊഴിക്കാനായിട്ട് ശിവൻ തൻ്റെ ഭൂതഗണങ്ങളെ അയച്ചു എന്നാണ്. അപ്പോൾ അവരോരോ വേഷം മാറിയിട്ട് ശ്രീപാർവതിയെ രസിപ്പിക്കാനായിട്ട് ഉറക്കമൊഴിക്കാനായിട്ട് പലതരത്തിലുള്ള പാട്ടും കളികളൊക്കെ നടത്തിയെന്നാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ഈ കുട്ടികളും വലിയവരും ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മേല് മുഴുവൻ വാഴയുടെ ഉണങ്ങിയ ഇല മുഴുവൻ വെച്ച് കെട്ടും. മുഖത്തൊരു മുഖംമൂടി വെച്ച് കെട്ടും. എന്നിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഞങ്ങൾ പിന്നെ കുട്ടികളൊക്കെ അന്ന് അധികം കൊട്ടാനൊന്നും കിട്ടിയിരുന്നില്ല. എന്തെങ്കിലും ടിന്ന്, ഈ എണ്ണയുടെ ടിന്ന്, അതുപോലെ പാട്ടയൊക്കെ കൊട്ടിയിട്ട് പിന്നെ വേറെയും പല വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് രാത്രി ഓരോ വീടുകളിലും പോയിട്ട് പാട്ടുപാടി കളിക്കും. അപ്പോൾ അതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്കൊരു വീട്ടിൽ രാത്രി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരാൾ രാത്രി അനുവാദമില്ലാതെ ആർക്കും വരാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ദിവസം, തിരുവാതിര ദിവസം, ഏത് വീടിൻ്റെ മുറ്റത്തും ഏത് രാത്രിക്കും ധൈര്യമായിട്ട് കയറി ചെല്ലാന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ എന്താ വെച്ചാൽ അവിടുന്ന് നമുക്ക് പഴം തരും, ചെറുപഴം തരും, പപ്പടം തരും, അരി തരും, പൈസ തരും. ഈ ചെറുപഴം ഇങ്ങനെ വഴണ വഴിക്ക് തന്നെ തിന്ന് തീർക്കും. പപ്പടം അവസാനം എന്താ വെച്ചാൽ മേലുള്ള വാഴച്ചപ്പൊക്കെ അടിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി കെട്ട് കഴിഞ്ഞാൽ അതിന് തീയിട്ടിട്ട് ചുട്ട് തിന്നും. പിന്നെ അരിയൊക്കെ പീടികയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. എന്നിട്ട് ആ പൈസ എല്ലാവർക്കും കൂടി വീതിക്കും. എന്നിട്ട് സിനിമയ്ക്ക് പോകും ഷൊർണ്ണൂർക്ക്. ഇതാണൊരു പരിപാടി. അപ്പോൾ ഈ തിരുവാതിരയായ സാധാരണ ഓർമ്മയുള്ളത് ഒന്ന് ഈ മൺപണി, അതൊരു പ്രധാന ഘടകമായിരുന്നു. ഊഞ്ഞാലാട്ടം വളരെ ഊഞ്ഞാലാട്ടം അന്ന് വലിയൊരു മത്സരം തന്നെയായിരുന്നു എന്ന് പറയാം. പിന്നെ ഈ ചോഴികെട്ടൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ചോറി കെട്ടുക എന്നുള്ളത്. പിന്നെ ഈ പഴംതീറ്റ കായ വട്ടത്തിലാണ് വറുക്കുക. സാധാരണ ഓണത്തിന് 4 വറുക്കുമ്പോൾ തിരുവാതിരയ്ക്ക് വട്ടത്തിൽ വറുക്കും. കായ വറുത്തത് തിന്നുക, പപ്പടം തിന്നുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ തിരുവാതിരയ്ക്ക് ആചരണങ്ങളോടൊപ്പം തന്നെ ആഘോഷങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ സ്ത്രീകൾ അവരുടേതായ രീതിയിൽ രാവിലെ കുളിക്കുക, തുടിച്ച് കുളിക്കുക. അതുപോലെ തന്നെ തിരുവാതിര അന്നപ്പോൾ എൻ്റെ അവിടെ ഉള്ളവരൊക്കെ വ്രതമുണ്ട്. അവർക്ക് അരി ഭക്ഷണം കഴിക്കില്ല, ഗോതമ്പേ കഴിക്കുള്ളൂ. 108 വെട്ടില മുറുക്കാറുണ്ട്. രാത്രി ഉണർന്നിട്ട് രാത്രി ഉണരിൽ ഉറക്കം ഒഴിച്ചിട്ട് രാത്രി ആ പാതിരാ സമയത്ത് പാതിരാപ്പൂവ് ചൂടുക എന്നുള്ള ചടങ്ങുകളൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ കൂവപ്പായസം, തിരുവാതിരയ്ക്കൊരു പ്രധാനപ്പെട്ട ഓർമ്മ അതാണ്. കൂവ വരകിയത് നമ്മൾ ഈ കാലഘട്ടത്തിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കൂവ വരകിയത് കഴിക്കുക. അപ്പോൾ അതൊക്കെ അന്ന് ഓണത്തിനെ പോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു ആഘോഷം തന്നെയായിരുന്നു തിരുവാതിര എന്നുള്ളതും കൂടി നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് മുഴുവൻ, ഇന്നത്തെ തലമുറ പറഞ്ഞാൽ ഞാൻ ഒരു വളരെ പഴയ ആളെന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ അത്തരം ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. ചോഴികെട്ടൽ എല്ലാ സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ രാത്രി ചോഴി കെട്ടുന്നത് ഇപ്പോൾ പണ്ട് ഞാൻ കെട്ടിയിരുന്നു, ഇപ്പം എൻ്റെ മകനാണ് കെട്ടാൻ പോകുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലാണല്ലോ പങ്കുവെച്ച്. സ്ത്രീകൾ എങ്ങനെയാണ് പഴയ കാലത്ത് തിരുവാതിര ആചരിച്ചിരുന്നത് എന്ന് നമുക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള വയസ്സായ 2 മുത്തശ്ശിമാരോട് ചോദിച്ചു നോക്കാം. നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് മനുശ്ശേരിയിൽ ഒരു പഴയ വീടായിട്ടുള്ള കിഴിയപ്പാട്ട് വീട്ടിലാണ്. വീട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു പഴയ വീടാണെന്ന്. വരിക്കാശ്ശേരി മനയുടെ അടുത്താണ്.
ഇപ്പം ഇവിടെ 2 മുത്തശ്ശിമാരുണ്ട്. ഒന്ന് ദേവകിയമ്മ, ഒന്ന് പാറുക്കുട്ടിയമ്മ. ഇതിൽ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ആൾ ദേവകിയമ്മയാണ്. 95 വയസ്സേ ആയിട്ടുള്ളൂ. വളരെ ചെറുപ്പക്കാരിയാണ്. പാറുക്കുട്ടിയമ്മയ്ക്ക് അത്ര ആയിട്ടില്ല. ദേവകിയമ്മയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എൻ്റെ മുത്തശ്ശി പ്രസവിക്കുമ്പോൾ അന്ന് ആ കുട്ടിയെ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തിരുന്നത് ദേവകിയമ്മയായിരുന്നു. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച സമയത്ത് അപ്പോഴും ഈ ദേവകിയമ്മ തന്നെയായിരുന്നു നമ്മളെ കുളിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇനി എനിക്ക് ഒരു മകൻ ഉണ്ടായി 13 കൊല്ലം മുമ്പേ. ആ കുട്ടിയെയും നോക്കാനും കാര്യങ്ങളൊക്കെ ദേവകിയമ്മ തന്നെയായിരുന്നു. അപ്പോൾ 3 തലമുറകൾ നീണ്ടു നിൽക്കുന്ന ബന്ധമാണുള്ളത്. അപ്പോൾ നമുക്ക് തിരുവാതിരയുടെ പഴയ കാലത്ത് എങ്ങനെയാണ് തിരുവാതിര ഉണ്ടായിരുന്നത് എന്നൊന്ന് ഇവരോട് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് എങ്ങനെയാണ് തിരുവാതിര ഉണ്ടായിരുന്നത്? 4 മണിക്ക് നീക്കും. നീട്ട് വഴക്കും ചൂട്ടും ഒക്കെ ആയിട്ട് വരിക്കാശ്ശേരി മനക്കിലെ കുളത്തിൽ കുളിക്കാൻ പോകും. അവിടെ ചെന്നാൽ അവര് തമ്പരാട്ടിമാരെയൊക്കെ വിളിക്കും. അവരെല്ലാവരും കൂടി നീട്ട് വരും. നീട്ട് വന്നാൽ എല്ലാവരും കൂടി കുളത്തിൽ തുടിക്കും, പാട്ട് പാടും. പാട്ട് പാടാൻ അറിയുന്നവർ പാട്ട് പാടും, മറ്റവർ ഏറ്റുപാടും. കയ്യൊട്ടി കളിയില്ലേ, അതേപോലെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ മുറ്റത്ത് കുളിയൊക്കെ കഴിഞ്ഞാൽ അവിടെയൊക്കെ കയ്യൊട്ടി കളിക്കും. പിന്നെ കുളിക്കുമ്പോൾ കുറിയിടാനും ഇതിനൊക്കെ കൊണ്ടുപോകും. പിന്നെ ആത്തന്മാരോൾക്ക് പറഞ്ഞതാണല്ലോ 108 വീട്ടിലെ തിന്നല്ലാതെ. അതൊക്കെ ഞങ്ങൾക്ക് അതൊന്നുമില്ല. അന്ന് 3 കൂട്ടം അത്ര തന്നെ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്ന മുത്തശ്ശിയമ്മയ്ക്ക് കുളത്തിലിറങ്ങില്ല. മുത്തശ്ശിയമ്മ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി തരും, ഞങ്ങൾ ഏറ്റുപാടും. അത് കഴിഞ്ഞ് പുലർച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് എത്തും. ഇവിടെ വന്ന് ഈ വഴി കൂടെ ഇവിടെ വന്ന് ചായ കുടിക്കുകയെ അല്ല പലഹാരം ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആ കാലത്തെ തിരുവാതിരയ്ക്ക് എന്തൊക്കെയാ എന്തായിരുന്നു ഭക്ഷണം അല്ലെങ്കിൽ വിഭവങ്ങള്? കൂവ, പഴം, പപ്പടം, പിന്നെ ഗോതമ്പ് കഞ്ഞിയോ ചോറോ എന്തെങ്കിലും വെക്കും തിരുവാതിര ദിവസം. അതും കഴിക്കും. ചെറുപഴല്ലേ? ചെറുപഴം. അരി ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയാണ്. ആ കാലത്തെ തിരുവാതിരക്കാണല്ലോ നമ്മൾ ഊഞ്ഞാല ആടിയിരുന്നത്. അപ്പൊ എങ്ങനെയാ ഊഞ്ഞാല ആടിയിരുന്നതൊക്കെ എങ്ങനെയായിരുന്നു? അതല്ല, ഊഞ്ഞാല എവിടെയൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു? എല്ലാ വീട്ടുകളിലും ഇടും. എന്താ ഊഞ്ഞാല ഇടാണ്ട വയ്യ. ഒന്നെങ്കിലോ മുള പൊളിച്ചിട്ട് 2 കൈ വെച്ചിട്ട് മുള ഊഞ്ഞാലിടും, അല്ലെങ്കിൽ കയറ് കിട്ടും. വരിക്കാശ്ശേരി മനക്കുള്ള കുളത്തില് വള്ളി ഊഞ്ഞാല് കിട്ടും. ഈ പാമ്പൂങ്കാവിലൊക്കെ കണ്ണില്ലേ, ആ വള്ളി ഊഞ്ഞാല് കിട്ടും. ഞങ്ങൾ കുളി കഴിഞ്ഞാൽ അതിലൊക്കെ ഓരോന്ന് ഇരുന്നിട്ട് ഇങ്ങോട്ട് പോരും. അവരൊക്കെ കുളിച്ച് അകത്തേക്ക് കയറും. പിന്നെ അവര് ചിലപ്പോ തിരുവാതിര ദിവസം തമ്പുരാന്റെ പിറന്നാളാന്നൊക്കെ അല്ലേ പറയാ അവന്റെ. അപ്പൊ അതിങ്ങനെ പാട്ട് പാടും. എങ്കിലെന്റെ വാസുദേവ എന്നെ തോളി തീടാമോ, അത്രയ്ക്കറിയുള്ളൂ. അങ്ങനെ പറയും. ഓണമില്ല, വിഷുവില്ല, ഒന്നുമില്ല. പക്ഷേ പോലീസുകാർ മാത്രമേ ഒരാളെ കാണൂല. അതിപ്പോ എന്താ വെച്ചാലേ കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ ദേവകിയമ്മയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെ ആയാൽ ഈ ഒരു വടി കാണാം. ആ വടി കുത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് അവിടെ അടുത്തുള്ള അമ്പലത്തിൽ തൊഴും, കിള്ളിക്കാവിൽ വരും. പിന്നെ ഇവിടെ അടുത്തുള്ള കുറച്ച് വീടുകളിലൊക്കെ സന്ദർശിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കേ തിരിച്ചെത്തുള്ളൂ. ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സങ്കടം. പോലീസുകാർ വരും എന്നുള്ളൊരു പേടി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പഴയ കാലത്ത് ഓണാഘോഷം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളായിരുന്ന തിരുവാതിര ആഘോഷത്തിനെ പറ്റിയിട്ട്, ആ തിരുവാതിര കാലത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ, ഒരു ഓർമ്മകൾ പലർക്കും ഒരു രസകരമായിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടുക, അല്ലെങ്കിൽ മെസ്സേജുകൾ അയയ്ക്കുക. എൻ്റെ ഫോൺ നമ്പർ 95 260 40 391 9526040391. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ നമസ്കാരം.